ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കാന്താരീനെ ഒരു ചെറിയൊരു രാധയാക്കാൻ പോവാണ്. പക്ഷെ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് കോസ്റ്റ്യൂമോ ഓർണമെൻറ്റ്സ് ഒന്നും കൈമലില്ല. പിന്നെ ഇവിടുന്ന് തപ്പി പിടിച്ച് ഒരു ഷോളൊക്കെ കിട്ടി. ഇത് പാവാടയാക്കാനുള്ള ഷോളാണ്. പക്ഷേ ഇതെങ്ങനെ ഞങ്ങൾ ഈ വലിയൊരു ഷോള് ഋതൂസിന് എടുക്കുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആള് ചെറുതല്ലേ, അപ്പോൾ ഈ വലിയ ഷോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഐഡിയ ഇല്ലാണ്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊരു ഷോളും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബ്ലൗസ് പോലെ ആക്കി. ഇതാണ് ഞങ്ങളെ ഗ്യാങ്, ഞങ്ങളെല്ലാവരും കൂടിയാണ് ഋതുസിനെ ഇതേപോലെ ആക്കി തീർക്കുന്നത്. പിന്നെ മേക്കപ്പ് ആക്ക് കുഴപ്പമില്ല, ആൾ നിന്ന് തന്നോളും. പിന്നെ അനിയത്തി പ്ലാസ്റ്റിക് ഫ്ലവർ എവിടുന്നോ കണ്ടുപിടിച്ചു അവളെ ചെവി കൊണ്ട് വെച്ചു കേട്ടോ. അത് നല്ലൊരു ഭംഗിയായിരുന്നു, നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു രാധയ്ക്ക്. ആ കണ്ണ് എഴുതി അതുപോലെ ആ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടപ്പോൾ നല്ലൊരു ഭംഗി വന്നു. പിന്നെ നല്ല രഹസ്യമായിട്ട് ഞങ്ങൾ മുടിയൊക്കെ കെട്ടി കൊടുത്തു. ഞാൻ മാത്രമല്ല കേട്ടോ ഇതിന് മെനക്കെടുന്നത്. ഇവരൊക്കെ ഈ ഷോളിൻ്റെ വർക്കിന് അതുപോലെ പാവാടയൊക്കെ ആക്കാൻ ഇവർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഷോളാണ്. ഈ ഷോളിൻ്റെ ആ വർക്ക്, അതിൻ്റെ കളറൊക്കെ ആ രാധയ്ക്ക് നല്ലൊരു ഭംഗി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഋതുസിന് അത് നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലായിരുന്നു. ഹെയർ സ്റ്റൈൽ കൊളായാൽ മൊത്തം കൊളായി. കാരണം ഹെയർ സ്റ്റൈലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കുറേ നേരം ചിന്തിച്ചിട്ടാണ് ഈ ഹെയർ സ്റ്റൈൽ എടുത്തത്. പിന്നെ അവസാനം ഋതുസ് കണ്ണാടി പോയി നോക്കിയപ്പോൾ ആദ്യൻ്റെ ഒരു നോട്ടമുണ്ട്, ഇത് എൻ്റെ ചേച്ചി തന്നെയാണോ എന്നൊരു നോട്ടമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് ഒരു കുന്നും പ്രദേശം ആയതുകൊണ്ട് ഋതുസിന് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തൂക്കി എടുത്തിട്ടാട്ടോ അവളെ കൊണ്ടുപോയത്. ഞങ്ങൾ കുന്നൊരു കാട് പിടിച്ച കുന്നായതുകൊണ്ട് തന്നെ വെയിലുള്ള സ്ഥലത്തേക്ക് നടന്ന് പോകണം. അങ്ങനെ ഞങ്ങൾ വെയിലുള്ള സ്ഥലം കണ്ടെത്തി അവിടെ നിന്ന് നമ്മുടെ സുന്ദരിയായ രാധേനെ കുറേ നേരം ഫോട്ടോ എടുത്തു. ഞങ്ങൾ ഒരുപാട് നേരത്തെ പരിശ്രമമാണ് ഈ സുന്ദരിയായ രാധയായത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ കാന്താരിനെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.